ഭരണഘടനയുടെ 7ാമത്തെ ചാപ്റ്റർ നമുക്കിന്ന് കവറാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലുമായത് ആര്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലുമായത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലൂയിസ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലുമായത് ലൂയിസ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി 1947, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ 1947 ആഗസ്റ്റ് 15 ടു 1948 ജൂൺ 21 വരെ ആയിരുന്നു മൗണ്ട് ബാറ്റൺ. അദ്ദേഹം ഇന്ത്യയിലെത്തിയത് 1947 മാർച്ച് 22-നാണ്. അദ്ദേഹം ഇന്ത്യയിലെത്തിയത് 1947 മാർച്ച് 22-നാണ്. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ശരിയായ ഉത്തരം മൗണ്ട് ബാറ്റൺ പ്ലാൻ. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കാനും അധികാരം കൈമാറാനുമുള്ള പദ്ധതിയായിരുന്നു ഇത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയത്. ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നീ പേരിൽ അറിയപ്പെടുന്നത് ഏത്? ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത്? ശരിയായ ഉത്തരം മൗണ്ട് ബാറ്റൺ പ്ലാൻ. ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാൻ. ജൂൺ 3 പ്ലാൻ 1947 ജൂൺ 3-ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ജൂൺ 3 പ്ലാൻ 1947 ജൂൺ 3-ന് പ്രഖ്യാപിച്ചതുകൊണ്ട് വന്ന പേരാണ് ബാൾക്കൻ പ്ലാൻ. ഇന്ത്യയെ ചെറിയ നാട്ടുരാജ്യങ്ങളെ വിഭജിക്കാൻ ബാൾക്കനൈസ് ഉള്ള ആദ്യ കരട് പദ്ധതിയായിരുന്നു ഇത്. പിന്നീട് നെഹ്റു ഇതിനെ എതിർത്തു. ബാൾക്കൻ പ്ലാൻ ഇന്ത്യയെ ചെറിയ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കാൻ ഉള്ള ആദ്യ കരട് പദ്ധതിയായിരുന്നു ഇത്. പിന്നീട് നെഹ്റു ഇതിനെ എതിർത്തു. ഡിക്കി ബേർഡ് പ്ലാൻ, മൗണ്ട് ബാറ്റൻ്റെ വിളിപ്പേര് ഡിക്കി എന്നായിരുന്നു. അതിൽ നിന്നാണ് ഈ പേര് വന്നത്. മൗണ്ട് ബാറ്റൻ്റെ വിളിപ്പേര് ഡിക്കി എന്നായിരുന്നു. അതിൽ നിന്നാണ് ഈ പേര് വന്നത്. ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാൻ. മൗണ്ട് ബാറ്റൺ പ്ലാൻ അവതരിപ്പിച്ചത് എപ്പോൾ, എവിടെ വെച്ച്? മൗണ്ട് ബാറ്റൺ പ്ലാൻ അവതരിപ്പിച്ചത് എപ്പോൾ, എവിടെ വെച്ച്? ശരിയായ ഉത്തരം 1947 ജൂൺ 3-ന് ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ. മൗണ്ട് ബാറ്റൺ പ്ലാൻ അവതരിപ്പിച്ചത് എപ്പോൾ, എവിടെ വെച്ച്? 1947 ജൂൺ 3-ന് ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ. 1947 ജൂൺ 3-ന് ഡൽഹിയിൽ വെച്ച് നെഹ്റു, പട്ടേൽ, ജിന്ന, ബൽദേവ് സിംഗ് തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അവതരിപ്പിച്ചത്. 1947 ജൂൺ 3-ന് ഡൽഹിയിൽ വെച്ച് നെഹ്റു, പട്ടേൽ, ജിന്ന, ബൽദേവ് സിംഗ് തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അവതരിപ്പിച്ചത്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി ഏത്? മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി ഏത്? ശരിയായ ഉത്തരം മൗണ്ട് ബാറ്റൺ പദ്ധതി. ശരിയായ ഉത്തരം മൗണ്ട് ബാറ്റൺ പദ്ധതി. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യ വിഭജനത്തിന് ബ്രിട്ടൻ ഔദ്യോഗികമായി അംഗീകാരം നൽകിയ പദ്ധതിയാണിത്. പഞ്ചാബ്, ബംഗാൾ, സിന്ധ്, NWFP, ബലൂചിസ്ഥാൻ, സിൽഹറ്റ് എന്നിവിടങ്ങളിൽ ഹിതപരിശോധന നടത്തി വിഭജനം തീരുമാനിക്കാൻ ഇതിൽ വ്യവസ്ഥ ചെയ്തു. മൗണ്ട് ബാറ്റൺ പദ്ധതിയെ അംഗീകരിച്ചവർ ആരൊക്കെ? മൗണ്ട് ബാറ്റൺ പദ്ധതിയെ അംഗീകരിച്ചവർ ആരൊക്കെ? ശരിയായ ഉത്തരം കോൺഗ്രസും മുസ്ലിം ലീഗും. മൗണ്ട് ബാറ്റൺ പദ്ധതിയെ അംഗീകരിച്ചവർ ആരൊക്കെ? കോൺഗ്രസും മുസ്ലിം ലീഗും. ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആര്? ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ സർ സിറിൽ റാഡ്ക്ലിഫ്. പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റെയും അതിർത്തി വരയ്ക്കാൻ 2 അതിർത്തി കമ്മീഷനുകളുടെ ചെയർമാനായി നിയമിച്ചത് ബ്രിട്ടീഷ് അഭിഭാഷകനായ സർ സിറിൽ റാഡ്ക്ലിഫിനെയാണ്. ഇദ്ദേഹം ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ട് പോലുമില്ലായിരുന്നു എന്നതാണ് വസ്തുത.
അധികാര കൈമാറ്റത്തിനായി 1947 ആഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി ഏത്? അധികാര കൈമാറ്റത്തിനായി 1947 ആഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി ഏത്? ശരിയായ ഉത്തരം മൗണ്ട് ബാറ്റൺ പദ്ധതി. അധികാര കൈമാറ്റത്തിനായി 1947 ആഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആര്? മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആര്? ശരിയായ ഉത്തരം VP മേനോൻ. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി VP മേനോൻ. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി VP മേനോൻ. വൈസ്രോയുടെ ഭരണപരിഷ്കാര ഉപദേഷ്ടാവായിരുന്ന VP മേനോൻ ആണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ യഥാർത്ഥ ശില്പി. വൈസ്രോയുടെ ഭരണപരിഷ്കാര ഉപദേഷ്ടാവായ VP മേനോൻ, വാപ്പാൽ പൻകുന്നി മേനോൻ ആണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ യഥാർത്ഥ ശില്പി. അദ്ദേഹത്തിൻ്റെ പുസ്തകം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആൻഡ് ദി സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ്. VP മേനോൻ്റെ പുസ്തകം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആൻഡ് ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ്. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏത്? മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏത്? ശരിയായ ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏത്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏത്? ശരിയായ ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ അവസാനത്തെ നിയമം ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ബില്ല് അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. നിയമമായത് 1947 ജൂലൈ 18. പ്രാബല്യത്തിൽ വന്നത് 1947 ആഗസ്റ്റ് 15. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിയമമായത് 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിയമമായത് 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1947 ആഗസ്റ്റ് 15. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയത് എന്ന്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയത് എന്ന്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1947 ജൂലൈ 18 നിയമമായി. ബില്ല് അവതരിപ്പിച്ചത് ജൂലൈ 4. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയത് എന്ന്? ഓപ്ഷൻ എ 1947 ജൂലൈ 18 നിയമമായി. ബില്ല് അവതരിപ്പിച്ചത് ജൂലൈ 4. ബില്ല് അവതരിപ്പിച്ചത് 1947 ജൂലൈ 4 പ്രധാനമന്ത്രി ക്ലെമൻറ്റ് ആറ്റ്ലി. ബില്ല് അവതരിപ്പിച്ചത് 1947 ജൂലൈ 4 അന്നത്തെ പ്രധാനമന്ത്രി ക്ലെമൻറ്റ് ആറ്റ്ലി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചതും ഒപ്പുവെച്ച രാജാവും? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചതും ഒപ്പുവെച്ച രാജാവും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1947 ജൂലൈ 18 ജോർജ് ആറാമൻ. 1947 ജൂലൈ 18 ജോർജ് ആറാമൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചതും ഒപ്പുവെച്ച രാജാവും? 1947 ജൂലൈ 18 ജോർജ് ആറാമൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് പ്രാബല്യത്തിൽ വന്നത് എന്ന്? ശരിയായ ഉത്തരം 1947 ആഗസ്റ്റ് 15. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന്? 1947 ആഗസ്റ്റ് 15. ആറ്റ്ലി പ്രഖ്യാപനം, ആറ്റ്ലീസ് ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത് എന്ത്? ആറ്റ്ലി പ്രഖ്യാപനം, ആറ്റ്ലീസ് ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1947 ഫെബ്രുവരി 20 ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ക്ലെമൻറ്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനം. ഓപ്ഷൻ എ 1947 ഫെബ്രുവരി 20 ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ക്ലെമൻറ്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനം. 1947 ഫെബ്രുവരി 20 ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ക്ലെമൻറ്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനം. ആറ്റ്ലി പ്രഖ്യാപനത്തിൻ്റെ 3 പ്രധാന കാര്യങ്ങൾ. ബ്രിട്ടീഷ് സർക്കാർ 1948 ജൂൺ മാസത്തിനകം ഇന്ത്യക്ക് അധികാരം കൈമാറും. ഇന്ത്യൻ നേതാക്കൾ ഭരണഘടനയിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ അധികാരം ആർക്ക് കൈമാറണമെന്ന് തീരുമാനിക്കും. ലോർഡ് വേവലിന് പകരം ലോർഡ് മൗണ്ട് ബാറ്റനെ പുതിയ വൈസ്രോയായി നിയമിക്കും.
ആറ്റ്ലി പ്രഖ്യാപനത്തിലെ 3 പ്രധാന കാര്യങ്ങൾ. ബ്രിട്ടീഷ് സർക്കാർ 1948 ജൂൺ മാസത്തിനകം ഇന്ത്യക്ക് അധികാരം കൈമാറും. ഇന്ത്യൻ നേതാക്കൾ ഭരണഘടനയിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ അധികാരം ആർക്ക് കൈമാറണമെന്ന് തീരുമാനിക്കും. ലോർഡ് വേവലിന് പകരം ലോർഡ് മൗണ്ട് ബാറ്റനെ പുതിയ വൈസ്രോയിയായി നിയമിക്കും. ആറ്റ്ലി പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആറ്റ്ലി പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ്, എ ബ്രേവ് സ്റ്റെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആറ്റ്ലി പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ്, എ ബ്രേവ് സ്റ്റെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നെഹ്റു. ആറ്റ്ലി പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി. 1945 ബ്രിട്ടനിൽ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന പാർട്ടി ഏത്? 1945 ബ്രിട്ടനിൽ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന പാർട്ടി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലേബർ പാർട്ടി. 1945 വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന പാർട്ടി ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ആഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ആഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? ശരിയായ ഉത്തരം വെള്ളിയാഴ്ച. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ആഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? വെള്ളിയാഴ്ച. പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ആഗസ്റ്റ് 14 വ്യാഴാഴ്ച ആണെന്ന് ഓർമ്മിക്കുക. പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ആഗസ്റ്റ് 14 വ്യാഴാഴ്ചയാണെന്ന് ഓർമ്മിക്കുക. ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 ഏത് ദിവസമായിരുന്നു? ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 ഏത് ദിവസമായിരുന്നു? ശരിയായ ഉത്തരം വ്യാഴാഴ്ച. ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 ഏത് ദിവസമായിരുന്നു? ശരിയായ ഉത്തരം വ്യാഴാഴ്ച. 1950 ജനുവരി 26 വ്യാഴാഴ്ച ഇന്ത്യ റിപ്പബ്ലിക്കായി. 1950 ജനുവരി 26 വ്യാഴാഴ്ച ഇന്ത്യ റിപ്പബ്ലിക്കായി. ഭരണഘടന നിലവിൽ വന്ന ദിവസം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യ രാഷ്ട്രപതിയായി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ശരിയായ ഉത്തരം ജോർജ് ആറാമൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജോർജ് ആറാമൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ക്ലെമന്റ് ആറ്റ്ലി. രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് ആറാമൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിനിധിയായി ഇന്ത്യയുടെ വൈസ്രോയി ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിനിധിയായി ഇന്ത്യയുടെ വൈസ്രോയി ഗവർണർ ജനറൽ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മൗണ്ട് ബാറ്റൺ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 ആഗസ്റ്റ് 15 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 ആഗസ്റ്റ് 15 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ശരിയായ ഉത്തരം JB കൃപലാനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 ആഗസ്റ്റ് 15 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 KPCC പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 KPCC പ്രസിഡന്റ് ആരായിരുന്നു? ശരിയായ ഉത്തരം K കേളപ്പൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 1947 KPCC പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം K കേളപ്പൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു? ശരിയായ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ.
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര്? ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. എന്നാൽ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർമ്മിക്കുക. എന്നാൽ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർമ്മിക്കുക. ആധുനിക മനു, ആധുനിക ബുദ്ധൻ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജനിച്ച വർഷവും സ്ഥലവും ഏതാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജനിച്ച വർഷവും സ്ഥലവും ഏതാണ്? ശരിയായ ഉത്തരം 1891 ഏപ്രിൽ 14 മോവ്, മധ്യപ്രദേശ്. ശരിയായ ഉത്തരം 1891 ഏപ്രിൽ 14 മോവ്, മധ്യപ്രദേശ്. പട്ടികജാതി പട്ടികവർഗ ദിനമായും ആചരിക്കുന്നു. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14 പട്ടികജാതി പട്ടികവർഗ ദിനമായും ആചരിക്കുന്നു. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാൾ ആര്? ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാൾ ആര്? ശരിയായ ഉത്തരം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാൾ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തവർ ആരൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. പ്രതിനിധീകരിച്ച വിഭാഗം, പ്രദേശം, പ്രതിനിധി എന്ന രീതിയിലാണ് പറയുന്നത്. പ്രതിനിധീകരിച്ച വിഭാഗം അല്ലെങ്കിൽ പ്രദേശം, പ്രതിനിധി എന്ന പേരിലാണ് പറയുന്നത്. ലിബറൽ പാർട്ടി തേജ് ബഹാദൂർ സപ്രു. ലിബറൽ പാർട്ടി തേജ് ബഹാദൂർ സപ്രു. ഹിന്ദു എം.ആർ. ജയകർ. ഹിന്ദു എം.ആർ. ജയകർ. അധസ്ഥിത വിഭാഗം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അധസ്ഥിത വിഭാഗം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. വനിതകൾ ബീഗം ജഹനാര ഷാനവാസ്. വനിതകൾ ബീഗം ജഹനാര ഷാനവാസ്. പാഴ്സി കോവാസ് ജി ജഹാംഗീർ. പാഴ്സി കോവാസ് ജി ജഹാംഗീർ. ആംഗ്ലോ ഇന്ത്യൻസ് ഹെൻറി ഗിഡ്നി. ആംഗ്ലോ ഇന്ത്യൻസ് ഹെൻറി ഗിഡ്നി. ആംഗ്ലോ ഇന്ത്യൻസ് ഹെൻറി ഗിഡ്നി. ജസ്റ്റിസ് പാർട്ടി ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ. ജസ്റ്റിസ് പാർട്ടി ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ. മുസ്ലിം ലീഗ് അഗാഖാൻ. മുസ്ലിം ലീഗ് അഗാഖാൻ. യൂറോപ്യൻ ഹ്യൂബർട്ട് കാർ. യൂറോപ്യൻ ഹ്യൂബർട്ട് കാർ. ബറോഡ വി.ടി. കൃഷ്ണമാചാരി. ബറോഡ വി.ടി. കൃഷ്ണമാചാരി. മൈസൂർ സർ മിർസ ഇസ്മായിൽ. ഹൈദരാബാദ് അക്ബർ ഹൈദരി. മൈസൂർ സർ മിർസ ഇസ്മായിൽ. ഹൈദരാബാദ് അക്ബർ ഹൈദരി. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തവർ ലിബറൽ പാർട്ടി തേജ് ബഹാദൂർ സപ്രു. ഹിന്ദു എം.ആർ. ജയകർ. അധസ്ഥിത വിഭാഗം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അധസ്ഥിത വിഭാഗം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. വനിതകൾ ബീഗം ജഹനാര ഷാനവാസ്. പാഴ്സി കോവാസ് ജി ജഹാംഗീർ. പാഴ്സി കോവാസ് ജി ജഹാംഗീർ. ആംഗ്ലോ ഇന്ത്യൻസ് ഹെൻറി ഗിഡ്നി. ആംഗ്ലോ ഇന്ത്യൻസ് ഹെൻറി ഗിഡ്നി. ജസ്റ്റിസ് പാർട്ടി ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ. ജസ്റ്റിസ് പാർട്ടി ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ. മുസ്ലിം ലീഗ് ആഗാഖാൻ. മുസ്ലിം ലീഗ് ആഗാഖാൻ. യൂറോപ്യൻ ഹ്യൂബർട്ട് കാർ. യൂറോപ്യൻ ഹ്യൂബർട്ട് കാർ. ബറോഡ വി.ടി. കൃഷ്ണമാചാരി. മൈസൂർ സർ മിർസ ഇസ്മായിൽ. മൈസൂർ സർ മിർസ ഇസ്മായിൽ. ഹൈദരാബാദ് അക്ബർ ഹൈദരി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.